കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ്, ഹൽദി, അതുപോലെ തന്നെ മെഹന്തി, അങ്ങനെ ഓരോരോ പ്രീ വെഡ്ഡിങ് ഷൂട്ട്, അതുപോലെ തന്നെ ടെമ്പിൾ ഷൂട്ട്, അങ്ങനെ പല പല എന്താ പറയുക ഒക്കേഷൻസാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു വെഡ്ഡിങ് തീരുമാനിച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോഗ്രാമിന് വേണ്ട ഡ്രസ്സ് സോർട്ട് ഔട്ട് ചെയ്യലാണ് മെയിനായിട്ട് എല്ലാവരുടെയും. എന്താ പറയുക, ബ്രൈഡ്സിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രോഗ്രാം അതായിരിക്കും. അപ്പോൾ എൻഗേജ്മെൻറ്റ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എൻഗേജ്മെൻറ്റിന് എപ്പോഴും എല്ലാവർക്കും ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ ലെഹങ്ക അല്ലെങ്കിൽ സാരി. കാരണം ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാരും ലെഹങ്ക അല്ലെങ്കിൽ ഗൗൺ, കുറച്ച് ഡിസൈനർ പീസസ് ഒക്കെ ആയിരിക്കും ഇടുക. കാരണം സാരി ഒഴിച്ചിട്ട് ബാക്കി എന്താണോ അതിലേക്കായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ വെഡ്ഡിങ്ങിന് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് സാരി ആയിരിക്കുമല്ലോ. കാരണം ഒരു കേരള ട്രഡീഷൻ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെഡ്ഡിങ്ങിന് സാരിയാണ് യൂസ് ചെയ്യുക. അപ്പം ലെഹങ്കാസ് എന്ന് പറയുമ്പം എൻഗേജ്മെൻറ്റിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു എന്താ പറയുക ഒരു കോസ്റ്റ്യൂമാണ് ലെഹങ്ക. അപ്പോൾ നമ്മൾ ലാവീസിൻ്റെ ഇൻഹോസ് പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ലാവീസിൻ്റെ ബ്രൈഡൽ കളക്ഷനിൽ ലെഹങ്കാസ് എടുത്ത് പറയാവുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഞാൻ വീഡിയോ ആയിട്ട് അധികം വന്നിട്ടേ ഇല്ല, കാരണം പലപ്പോഴും എടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിൻ്റെ കൂടെ വിട്ടുപോകാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലെഹങ്കാസിൻ്റെ കളക്ഷനായിട്ടാണ്. ലാവീസിൽ ലെഹങ്ക എന്ന് പറയുകയാണെങ്കിൽ ഒരു 2500 മുതൽ 1 lakh വരെയുള്ള ലെഹങ്ക കളക്ഷൻസ് അവൈലബിൾ ആണ്. ഈ കാണുന്ന ഇവിടെ മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഓരോന്നും പല പല റേഞ്ചാണ്. ഇൻ ബിറ്റ്വീൻ ഒരു 5000 to 10,000 അത്രയും കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കാണുവാണെങ്കിൽ ഇതൊക്കെ ഒരു നിയർലി 10,000 ബിലോ വരുന്ന ലെഹങ്കാസാണ്. പല പല കളേഴ്സും അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസും പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുൾ സീക്വൻസും ത്രെഡ് വർക്കായിട്ട് വരുന്നതാണ്. ഇത് കണ്ടോ, ഇത് വന്നിരിക്കുന്ന ഫുൾ ഹാൻഡ് വർക്കാണ്. ഹാൻഡ് വർക്കിൽ വരുന്ന ഒരു ലെഹങ്കയാണ്. ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കിൽ വന്നിരിക്കുകയാണ്. ഇതും അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഫുൾ ഒരു ബുള്ളിയൻ നോട്ട്സ് വർക്ക് എന്ന് പറയുമല്ലോ, ഫ്ലോറലിൽ ബുള്ളിയൻ നോട്ട്സ് വർക്ക് ചെയ്തിട്ട് സീക്വൻസ് വർക്കും ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്. ഇതാ ഈ കാണുന്നുണ്ടോ, ഇത് വന്നിരിക്കുന്നതും കംപ്ലീറ്റ് ഹാൻഡ് വർക്കായിട്ട് വരുന്ന ലെഹങ്കയാണ്. ഓരോന്നും ഓരോ റേഞ്ചാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റിൽ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ കളർ കോമ്പിനേഷൻ. ഇത് കണ്ടോ, ഇത് മിറർ വർക്കിൽ വരുന്ന ലെഹങ്കാസാണ്. മിറർ വർക്ക് അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഫുള്ള് സിംഗിൾ ഷെയ്ഡിൽ വരുന്ന സ്റ്റോൺ വർക്കിൽ വരുന്ന ലെഹങ്കാസാണ്. അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഷോറൂമിൽ അവൈലബിൾ ആണ്. കുറച്ച് കളക്ഷൻസ് നമുക്കിന്ന് കാണാം. ഓരോന്ന് ഞാൻ റേറ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ലൈറ്റ് ഓനിയൻ പിങ്കിലാണ്. ഇത് കണ്ടോ, ലൈറ്റ് ഓനിയൻ പിങ്കിൽ വരുന്ന ലെഹങ്കയാണ്. ഇത് വന്നിരിക്കുന്നത് നിയർലി 10,000 ആണ്. നിയർലി 10,000 വരുന്ന ലെഹങ്കയാണ്. അതിൻ്റെ കൂടെ ബ്ലൗസ്, ദുപ്പട്ട. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ട, ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ കറക്റ്റായിട്ട്, കാരണം ഈ സ്റ്റോണും അതിൻ്റെ കളറും വരുമ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു കളറിലൊരു ഡിഫറൻസ് വരും. അതുകൊണ്ട് ലൈറ്റ് കുറച്ച് ഓഫ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് തന്നെ ഇതിന് ആ ഒരു ഗ്ലേസിങ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാവിസിൽ നമുക്ക് സ്റ്റിച്ചിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. സപ്പോസ് നിങ്ങൾ ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പർച്ചേസ് ചെയ്താൽ ജസ്റ്റ് 1 hour സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഈ ലെഹങ്കാസൊക്കെ നമുക്ക് തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ലെഹങ്കാസൊക്കെ എടുക്കുകയാണെങ്കിൽ 1 hour സ്റ്റിച്ചിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 2 ടോൺ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് കണ്ടോ, 2 ടോൺ ഷെയ്ഡിൽ ഡാർക്ക് മെറൂൺ, പിന്നെ അതിൻ്റെ കളറ് ലൈറ്റായിട്ട് ഇത് കണ്ടോ, ഈ ഒരു കോമ്പിനേഷനിൽ. ഇതൊക്കെ നല്ലൊരു ബോളിവുഡ് സ്റ്റൈലിൽ വരുന്ന ലെഹങ്കയാണ്. അതിൻ്റെ ബ്ലൗസ്, ഇതാണ് ബ്ലൗസ് വരുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂണിൽ. നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു വെറൈറ്റി കളർ കോമ്പിനേഷനാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ്ടോ, അടിപൊളി കോമ്പിനേഷനിൽ ഫുൾ ചില്ലി റെഡാണ്. ചില്ലി റെഡിൽ ഇതാണ്ടോ എംബോസ് ആണ്. ഇതിൻ്റെ എംബ്രോയിഡറി എംബോസ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. എംബോസ് എംബ്രോയിഡറിയിൽ വൈറ്റ് സ്റ്റോൺ വർക്കാണ്. ഡയമണ്ട് സ്റ്റോൺ വർക്കിൽ 14,000 14,800 റേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണ്ടോ ബ്ലൗസ്, ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. എല്ലാ റേഞ്ചിലും അവൈലബിൾ ആണ്. വെഡ്ഡിങ്ങിനാണെങ്കിൽ അതുപോലെ തന്നെ റിസപ്ഷൻ, പ്രീ വെഡ്ഡിങ് ഷൂട്ട്, അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിനൊക്കെ നിങ്ങളെ ബഡ്ജറ്റ് ഏതാണോ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ലെഹങ്കാസ് ലാവീസിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. നോർമൽ കാണുന്ന ഒരു ബോട്ടിൽ ഗ്രീനിന് പകരമായിട്ട് ബോട്ടിൽ ഗ്രീനിൽ ഒരു ലൈറ്റ് പീച്ചും ബേജ് കളറിൽ വരുന്ന ഫ്ലോറൽ എംബ്രോയ്ഡറി ഡിസൈനിൽ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള ലെഹങ്കയാണ്. ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. നല്ല ലെങ്ത്തായിട്ട് വരുന്ന ദുപ്പട്ടയാണ്. വേണ്ട, നല്ല നല്ല കളർ കോമ്പിനേഷനാണ്. ഇനി കളർഫുൾ വേണ്ട, നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടൊരു വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ വൈറ്റ്, ഫുൾ വൈറ്റും അല്ല, വൈറ്റിൽ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻസിൽ എംബ്രോയ്ഡറി പിങ്ക്. അപ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഈവൻ നൈറ്റ് ഫംഗ്ഷനിലും ഏത് ഇതിലും ഡേ ടൈമിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 13 ആണ്. 13,750. 13,750 ആണ് റേറ്റ്. ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്.
ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ്, വൈറ്റ് തന്നെ. നല്ല ഭംഗിയായിരിക്കും ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനും. സപ്പോസ് നിങ്ങൾ ഇനി പിന്നെ വേറെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മൾ അധികം കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുകയാണ്. സപ്പോസ് നിങ്ങൾക്ക് ലെഹങ്കയായിട്ട് താല്പര്യമില്ല, ഇത് ഗൗണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലെഹങ്കാസിനെ ഗൗണാക്കിയിട്ടും സെറ്റ് ചെയ്ത് തരും കേട്ടോ. നമ്മൾ ഡിസൈൻ ചെയ്ത് തരും. ഈ സെയിം സാധനത്തിന് ഗൗണാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും. അത് നമ്മളുടെ ഒരു ഐഡിയ ആണ്. ഇനിയിപ്പോൾ സപ്പോസ് ഇതിൻ്റെ ഒരു കാരണം ഫുൾ അതിൻ്റെ കൂടെ ഗൗണുമായി പ്ലസ് ദുപ്പട്ടയായല്ലോ. ഇനി ലെഹങ്കയായിട്ടാണ് താല്പര്യമെങ്കിൽ ലെഹങ്ക പോലെ സ്റ്റിച്ച് ചെയ്ത് തരും. നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ല, ഇത് നമ്മൾ ഷോറൂമിൽ വന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് എടുത്തതല്ല ബിന്ദു. കാര്യം ഇതെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ആണ്. കാര്യം ഇതിൻ്റെ ഒരു സീക്വൻസ് വർക്ക് ഉണ്ട്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ്. ബോട്ടിൽ ഗ്രീനിൽ ഒരു സീക്വൻസ് ആണ്, ഒരു ചാർക്കോൾ ജെറി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ടൈപ്പിൽ വരുന്ന ഒരു സീക്വൻസ് ആണ്. അതിൻ്റെ ഒരു വെറൈറ്റി. കാരണം ഇത് ഇടുമ്പം തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഗോൾഡ് മാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ഈ ഓക്സിഡൈസ്ഡ് സിൽവർ അല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റലിൽ വരുന്ന ഓർണമെൻറ്റ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ അതിന് മാച്ചിങ് ആയിട്ട് ലെഹങ്കാസ് കിട്ടൂല. ഒന്നിക്ക് സിൽവർ ആയിരിക്കും അല്ലെങ്കിൽ ഗോൾഡ് ആയിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മളിത് വീണ്ടും വീണ്ടും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു പീസാണ്. ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. നല്ല ദുപ്പട്ടൻ്റെ ഈ കളറിലാണ് ആ ബോട്ടിൽ ഗ്രീൻ എടുത്ത് കാണുന്നത്. കണ്ടോ, നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. എല്ലാം കാണിക്കാൻ നിന്നാൽ അത്ര പണിയാണ്. ഒരു ഹോർലിക്സ് കഴിക്കേണ്ടി വരും അല്ലേ. ഇത് പൊക്കി എടുക്കണ്ട. ഞാനിപ്പോൾ ബിന്ദുവിനും കൂടെ കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മടി കാരണം നമ്മൾ അധികം ലെഹങ്കാസിൻ്റെ വീഡിയോസ് എടുക്കാറില്ല. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ലെഹങ്കയാണ്. ഷോറൂമിൽ വന്ന് കസ്റ്റമർ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളോർത്തൊന്ന് ഇതിൻ്റെയും കൂടെ വീഡിയോ എടുക്കാമെന്ന്. വീഡിയോ ഇട് നിങ്ങൾ, എന്നാലേ നമുക്കൊരു ഐഡിയ കിട്ടൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഓർത്ത് വീഡിയോ എടുക്കാമെന്ന്. 11,250, 11,250 ആണ് ഇതിൻ്റെ റേറ്റ്. ലൈറ്റ് ഓനിയൻ പിങ്ക് ആണ്. ഇതാണ്ടോ നല്ലൊരു വെറൈറ്റി വർക്ക്. ഇതാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ദുപ്പട്ട നല്ല ലെങ്തി ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്. ഇതെല്ലാം കാണുന്നത് ഉണ്ട്. ഇതൊക്കെ പല റേറ്റിൽ വരുന്ന ലെഹങ്കാസാണ്. ഏതാണോ നിങ്ങളെ ബഡ്ജറ്റ് അതനുസരിച്ചിട്ട് ചെയ്യുക. ഇത് വന്നിരിക്കുന്നത് നെറ്റല്ല, സാറ്റിനാണ് കേട്ടോ. സാറ്റിനിൽ വരുന്നത് നല്ല അടിപൊളിയല്ലേ. സെറ്റാക്കണമെങ്കിലൊക്കെ ഒരു 2-3 പേരൊക്കെ വേണം. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ ലെഹങ്കാസിൻ്റെ എടുക്കാനൊന്നും മടിച്ചത്. നല്ലത് സാറ്റിൻ മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത്. ഓർഗൻസ സാറ്റിൻ എന്ന് പറയും. ഓർഗൻസ സാറ്റിനിൽ നല്ലൊരു ഡയമണ്ട് എന്താ പറയുക സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള ഒരു ലെഹങ്കയാണ്. നല്ല വൈറ്റിൽ നമുക്ക് നല്ല ഇതാണ്. കാരണം അധികം കുറേ പേര് വൈറ്റ് വന്ന് ചോദിക്കാറുണ്ട്. നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് പേളിലൊക്കെ വരുന്നത്, അതുപോലെ തന്നെ ഡയമണ്ടിലൊക്കെ വരുന്ന, AD കട്ടിലൊക്കെ വരുന്ന, ഒറിജിനൽ ഡയമണ്ട് അല്ലെങ്കിലും അല്ലേ അമേരിക്കൻ ഡയമണ്ടിലൊക്കെ വരുന്ന ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്തിടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതാണ്ടോ സാറ്റിനിൽ വരുന്ന ഫാബ്രിക്സിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി കളക്ഷൻസ് നമ്മളെ ഷോറൂമിൽ ലെഹങ്കാസ് കുറേ കളക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണിത്. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ബിലോ 3,000, അതായത് 3,000 റേഞ്ച് 2,000 റേഞ്ചിൽ വരുന്ന ലെഹങ്കാസാണ് ഇതെല്ലാം. സപ്പോസ് എല്ലാവർക്കും വലിയൊരു റേറ്റിലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ ബിലോ 5,000 വരുന്ന ലെഹങ്കാസാണ് ഈ കാണുന്ന ലെഹങ്കാസ് മുഴുവനും. ഒരു 10,000 റേഞ്ചിൽ, അതായത് നിങ്ങളൊരു ബഡ്ജറ്റ് 30,000 ഒക്കെ ആണെങ്കിലും അതുപോലെ വേർത്ത് വരുന്ന 10,000 റേഞ്ചിൽ വരുന്ന ഒത്തിരി ലെഹങ്ക കളക്ഷൻസ് നമ്മളെ ഷോറൂമിലുണ്ട്. കുറേ അല്ലെങ്കിലും ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻ. ജസ്റ്റ് എനിക്ക് കൂടുതൽ എന്നെ ടെംപ്റ്റ് ചെയ്യുന്നത് ഇതാണ്. ഇതും കൂടി ഒന്ന് കാണിച്ചേക്കാം. കാരണം എനിക്ക് വളരെ ഫേവറേറ്റായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു ലെഹങ്കയാണിത്. ഫുൾ മിറർ വർക്കാണ്. ദീപിക പടുക്കോണിൻ്റെ ഫിലിം ഓർക്കുന്നില്ല, ഒരു ഫിലിം ഞാൻ അവിടുത്തെ അവരെ ആൽബം കണ്ടിരുന്നു. അവർ ബോളിവുഡ് റെപ്ലിക്കയിലാണ് കൂടുതലും ലെഹങ്കാസ് ചെയ്യുന്നത്. അപ്പോൾ ഏതോ ഒരു ഫിലിമിൽ ഇതിൻ്റെ ചില്ലി റെഡ് ചെയ്തിരുന്നു. അപ്പോൾ ചില്ലി റെഡിൽ വന്നപ്പോഴേക്കും നമ്മളെ നോർത്തിലൊക്കെ ചില്ലി റെഡ് ഭയങ്കര ഇതാണ്. പക്ഷെ നമ്മളെ കേരളത്തിൽ ചില്ലി റെഡ് വളരെ, കാരണം അധികം മിക്കവരും വെഡ്ഡിങ് സാരി ചില്ലി റെഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും എൻഗേജ്മെൻറ്റും റിസപ്ഷനും വേറെ കളറായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു വെറൈറ്റി കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ്, മിറർ വർക്കാണ്. ഇത് കണ്ടോ ഫുള്ള് മിറർ വർക്കാണ്. വെൽവെറ്റിൽ സോഫ്റ്റ് ലൈറ്റ് വെയ്റ്റ് വെൽവെറ്റിൽ കംപ്ലീറ്റ് മിറർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ലെഹങ്കയാണ്. ഇതൊക്കെ ഒന്ന് ഇട്ട് കണ്ട വേറെ ഗോൾഡൊന്നും ഇടേണ്ട ആവശ്യമേ ഇല്ല. സിമ്പിളായിട്ട് വരുന്ന ഒരു ചെയിൻ ഇട്ടാൽ തന്നെ അത്ര അല്ലേ തിളക്കമുണ്ടാ. ഇതെല്ലാം ഇട്ട് ബ്രൈഡ് സ്റ്റേജിൽ നിന്ന ചെക്കനെ ആരും നോക്കൂല, പെണ്ണിനെ മാത്രമേ നോക്കത്തുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയായ പീസാണ് ഇത് വന്നിരിക്കുന്നത്. 49 ആണ്. 49,500. ഇതുണ്ടോ അത്ര ഹാൻഡ് വർക്ക് ചെയ്തതിൻ്റെ ആ ഫിനിഷിങ് നോക്കിയാൽ നിങ്ങൾ എങ്ങനെയായാലും ഇത് നമുക്ക്
പിന്നെ വേറെ കേട്ടോ, നമ്മളെല്ലാവരും വിചാരിക്കും കുറേ ലെഹങ്കാസ് നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ ഉള്ള ലെഹങ്ക ഉണ്ടല്ലോ റീയൂസ് ചെയ്യാൻ പറ്റുമോയെന്ന്. ശരിക്കും ചെയ്യുക എങ്ങനെയാണെന്നറിയാം. കാരണം ഈ ഒരു ലെഹങ്കനെ നമുക്ക് ഹെവി ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ അടിയിൽ വരുന്ന ക്യാൻകാനും അതുപോലെ തന്നെ തിക്കായിട്ട് വരുന്ന ഈ ക്യാൻ അതിൻ്റെ അടിയിൽ വരുന്ന ഇതുണ്ടോ, ഇതൊക്കെയാണ്. അപ്പോൾ സപ്പോസ് നമ്മൾ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു ആരുടെയെങ്കിലും ഫ്രണ്ടിൻ്റെയോ കസിൻ്റെയോ ഒക്കെ വെഡ്ഡിങ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി, ഇതൊന്ന് റിമൂവ് ചെയ്താൽ മതി. ഈ ക്യാൻ റിമൂവ് ചെയ്യുന്നതോടുകൂടി ഇത് കംപ്ലീറ്റ് ലൈറ്റ് വെയിറ്റായി. ലൈറ്റ് വെയിറ്റും നമ്മൾ നോർമൽ സാധാരണ വെയർ ചെയ്യുന്ന ഒരു പാർട്ടി വെയർ ഡ്രസ്സാവും. ഈ ക്യാനും ഇതെല്ലാം വരുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് ഹെവി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ലെഹങ്കാസ് ഉണ്ടെങ്കിൽ അലമാരയുടെ കോർണറിൽ നിന്ന് എടുക്കുക, ക്യാൻ കട്ട് ചെയ്യുക, യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഇതാ അതിൻ്റെ ബ്ലൗസാണിത്. അടിപൊളിയല്ല അത്ര ഇതാ. ഈ ബ്ലൗസിൻ്റെ തന്നെ ഫാബ്രിക് വയ്ക്കുക പ്ലസ് സൈസ് ഉള്ളവരൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. കാര്യം ഇതുണ്ടോ അത്ര ലെങ്ത്, അതാ ലെങ്ത്തും വിടുത്തും കൊണ്ട് ഇതിൻ്റെ വർക്ക് നോക്കിയേ. ഒരു ചുരിദാർ തുന്നുന്ന മെറ്റീരിയൽ അത്ര തന്നെ ഉണ്ട്. ബ്ലൗസ്, സ്ലീവ് ഇതുണ്ടോ, ഇത് ബാക്ക് സൈഡ്, ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അത്ര ഹെവി ആയിട്ടാണ്. ഇതിൻ്റെയൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ ഏത് കളറും, ഇപ്പോൾ ഇനി ഏതെങ്കിലും ബോളിവുഡ് നിങ്ങൾ റെപ്ലിക്കാസ് ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ വേണം, ഏത് ഇതാണ് നിങ്ങൾ പൈസ മുടക്കാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാണ് 2 lakhs അല്ലെങ്കിൽ അംബാനി ഫാമിലിയിലിട്ട ഈ സെയിം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നരും. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ബോളിവുഡ് സ്റ്റാർസിൻ്റെയൊക്കെ വെഡ്ഡിങ്ങിനൊക്കെ അവർ വേറെ ചെയ്ത സെയിം ആണെന്നുണ്ടെങ്കിൽ ചെയ്തു തരും. കാര്യം ബോളിവുഡ്സിലും അതുപോലെ തന്നെ എന്താ പറയുക മീൻസ് അതുപോലെ തന്നെ സെലിബ്രിറ്റി ഫാമിലീസിലൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഡിസൈനേഴ്സായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അതുകൊണ്ട് ഏത് ഡിസൈനർ ചെയ്താലും നമുക്ക് ടൈം വേണം. പെട്ടെന്ന് ഇന്ന് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വേണമെന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം അവരോട് സംസാരിച്ച് അവരുടെ ബഡ്ജറ്റും വർക്കും അതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ടൈം നമുക്ക് വേണം. ദുപ്പട്ട ഉണ്ടോ, ദുപ്പട്ട 4 സൈഡ് വെൽവെറ്റ് ബോർഡർ വെച്ചിട്ട് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൻ്റെയാണ് ഇതിൻ്റെ നെറ്റ് പോർഷൻ വന്നേക്കണം. അപ്പോൾ തന്നെ ഇത് വേറെ ഇതിട്ടാൽ അത്ര ഭംഗിയായിരിക്കും അല്ലേ. ഒരു ദിവസം മാനിക്യൂറിൽ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എടുത്തുതരാം, എന്നാലും ഇതൊക്കെ കാണാൻ ഭംഗിയുണ്ടാവും. കാരണം അതൊക്കെ എടുക്കുമെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഷോറൂമിൽ കസ്റ്റമറിൻ്റെ തിരക്കിലാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിനൊരു 4-5 സ്റ്റാഫിൻ്റെയൊക്കെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം നമുക്ക് മാനിക്യൂറിൽ നിരത്തിയിട്ടിട്ട് ഒരു റീൽസായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വെഡ്ഡിങ് ലെഹങ്കാസും എൻഗേജ്മെൻറ്റിന് വേണ്ടതും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ലെഹങ്കാസും ഉണ്ട് കേട്ടോ. ജസ്റ്റ് ബാക്കോട്ട് തിരിഞ്ഞാൽ ട്രഡീഷണൽ ടൈപ്പിൽ വരുന്ന ലെഹങ്കാസും ഉണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം ട്രഡീഷണൽ ടൈപ്പിൽ വരുന്ന സിമ്പിളായിട്ട് വരുന്ന ലെഹങ്കാസാണ്. ബ്രൈഡിന് മാത്രമല്ല വെഡ്ഡിങ്ങിന് പോകുന്ന എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ പല ടൈപ്പിൽ വരുന്ന ട്രഡീഷണൽ ടൈപ്പിൽ വരുന്ന ലെഹങ്കാസും നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ്, നിങ്ങൾ ഏത് റേറ്റാണോ മനസ്സിൽ കാണുന്നത് ആ റേറ്റിൽ നിങ്ങൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ലെഹങ്കാസ് നമ്മളെ ഷോറൂമിൽ ലാവിസിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആണ്. ഇനിയും ഉള്ളിലുണ്ട്, കുറച്ചൊക്കെ നമ്മൾ ഡിസ്പ്ലേ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഷോറൂം വന്നിരിക്കുന്ന കണ്ണൂരാണ്. കണ്ണൂർ തളാപ്പ് AKG ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മളെ ഷോറൂം വന്നിരിക്കുന്നത്. ദൂരമുള്ളവർക്ക് എറണാകുളത്ത് തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇൻ്റർസിറ്റി അല്ലെങ്കിൽ വന്ദേ ഭാരതിൽ വരുവാണെങ്കിൽ ജസ്റ്റ് 3.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷൻ നിയറസ്റ്റ് ആണ്. ജസ്റ്റ് എത്തുമ്പോൾ വിളിച്ചാൽ മാത്രം മതി. എല്ലാ പർച്ചേസും ചെയ്ത് ഇനി സപ്പോസ് നിങ്ങൾക്ക് ലെഹങ്കാസ് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ വിത്തിൻ 1 hour കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണണം. അതുപോലെ തന്നെ ലാവിസ് ഡിസൈൻസിൻ്റെ പേജ് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.